നമസ്കാരം, എൻ്റെ പേര് ആശിഷ്. LP, UP അസിസ്റ്റന്റ്, കേട്ടറ്റ് എന്നീ പരീക്ഷകളിൽ ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും സാധാരണയായി കാണാറുള്ള ഒരു ടോപ്പിക്കാണ് പ്രകാശം അഥവാ ലൈറ്റ്. സോ ഇന്ന് നമുക്ക് പ്രകാശത്തിന്റെ ചില സവിശേഷതകളും ചില പ്രകാശ പ്രതിഭാസങ്ങളും പഠിക്കാം. പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഓപ്റ്റിക്സ്. പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. ഇനി പ്രകാശത്തിന്റെ ഒരു സവിശേഷതയാണ് പ്രകാശത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം അഥവാ മീഡിയം ആവശ്യമില്ല. എന്നാൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ മാധ്യമത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗതയിലും മാറ്റമുണ്ടാകാറുണ്ട്. ഈ പ്രകാശ വേഗത ഏറ്റവും കൂടിയിരിക്കുന്നത് ശൂന്യതയിലാണ്. ശൂന്യതയിലെ പ്രകാശ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അഥവാ 3,00,000 km/s ആണ്. ഇനി നമുക്ക് പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. പ്രകാശ വേഗത ഏറ്റവും കുറവുള്ളത് വജ്രം അഥവാ ഡയമണ്ട്. ഇനി ഈ പ്രകാശ വേഗത എന്ന ടേമിനോട് ചേർത്ത് തന്നെ നമുക്ക് പ്രകാശിക സാന്ദ്രത എന്ന ആശയം കൂടി പഠിക്കാം. പ്രകാശിക സാന്ദ്രത എന്നാൽ ഒരു മാധ്യമത്തിന് പ്രകാശ വേഗതയെ സ്വാധീനിക്കാനുള്ള കഴിവാണ്. ഈ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ശൂന്യതയിലും ഏറ്റവും കൂടിയിരിക്കുന്നത് വജ്രത്തിലുമാണ്. അതായത് പ്രകാശ വേഗത ഏറ്റവും കൂടിയിരിക്കുന്ന ശൂന്യതയിലാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്. പ്രകാശ വേഗത ഏറ്റവും കുറഞ്ഞ വജ്രത്തിലാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയിരിക്കുന്നത്. ഈ പ്രകാശ വേഗതയെ ആദ്യമായി അളന്നത് റോമറാണ്. എന്നാൽ പ്രകാശത്തെക്കാൾ വേഗതയേറിയ ഒരു കണമുണ്ടോ? ഉണ്ട്. ടാക്കിയോണുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. പ്രകാശത്തെക്കാൾ വേഗതയേറിയ ടാക്കിയോണുകളെ കണ്ടുപിടിച്ചത് ECG സുദർശൻ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രകാശത്തിന്റെ സ്രോതസ് സൂര്യൻ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതിനെടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡുകൾ. എന്നാൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് 1.3 സെക്കൻഡ് കൊണ്ടാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ എന്ന് പറയും. ഒരു പ്രകാശവർഷം എന്നാൽ 9.46 × 10⁻12 കിലോമീറ്റേഴ്സ്. ഭൂമിയും തിരുവാതിര പോലുള്ള മറ്റു നക്ഷത്രങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പ്രകാശവർഷം. ഇനി നമുക്ക് ഇതുപോലുള്ള മറ്റു ചില യൂണിറ്റുകൾ കൂടി പരിചയപ്പെടാം. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ 15 കോടി കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ 2 ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാർസെക്. ഒരു പാർസെക് എന്നാൽ 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ്. ഇനി പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില യൂണിറ്റുകളാണ് ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ എന്നിവ. ഒരു ആങ്സ്ട്രം എന്നാൽ 10⁻⁻10 മീറ്റർ അതായത് 0.1 നാനോമീറ്റർ. ഈ യൂണിറ്റുകൾ നമുക്ക് മാറിപ്പോകേണ്ട. ഭൂമിയും തിരുവാതിര പോലുള്ള നക്ഷത്രങ്ങളുമായിട്ടുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം. സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് പാർസെക്. അതുപോലെ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തിന്റെ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റുകൾ ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ. ഇനി നാം പരിചയപ്പെടുന്നത് പ്രകാശത്തിന്റെ മറ്റ് 2 സവിശേഷതകളാണ്. ഒന്ന്, പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്. വൈദ്യുത കാന്തിക തരംഗം എന്ന് വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് തെളിയിച്ചത് ഹെൻറിക് ഹെർട്സ്. അതുപോലെ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും പരസ്പരം ലംബമായതിനാൽ അതായത് 90 ഡിഗ്രി ആയതിനാൽ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗവുമാണ്. അപ്പോൾ പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണ്, പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗവുമാണ്.
പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണെന്ന് തെളിയിച്ചത് അഗസ്റ്റിൻ ഫ്രണൽ. ഇത്തരത്തിലുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നതിനെ പറയുന്ന പേരാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിൽ തരംഗങ്ങളെ രണ്ട് രീതിയിൽ ക്രമീകരിക്കാം. ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് തരംഗദൈർഘ്യം കൂടുകയും ആവൃത്തി കുറയുകയും ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഗാമ കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, അൾട്രാവയലറ്റ് രശ്മികൾ, ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് രശ്മികൾ, മൈക്രോവേവ് തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ. ഇതിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞവ ഗാമ തരംഗങ്ങളും ഏറ്റവും തരംഗദൈർഘ്യം കൂടിയവ റേഡിയോ തരംഗങ്ങളുമാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ തരംഗങ്ങളുടെയും ചില പ്രത്യേകതകളും ഉപയോഗങ്ങളും പരിചയപ്പെടാം. ആദ്യമായി വരുന്നത് ഗാമ കിരണങ്ങളാണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞതും ആവൃത്തി ഏറ്റവും കൂടിയതുമായ ഒരു കിരണമാണ് ഗാമ കിരണം. ശരീരത്തിലെ ജീവകോശങ്ങളെ നശിപ്പിക്കുവാനുള്ള ഇവയുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ ചികിത്സയിൽ ഇവയെ ഉപയോഗിക്കാറുണ്ട്. ഒരു ആണവ വികിരണം കൂടിയാണ് ഗാമ കിരണങ്ങൾ. ന്യൂക്ലിയർ റിയാക്ഷൻ സമയത്ത് ആൽഫ ബീറ്റ കിരണങ്ങളോടുകൂടെ പുറത്തു വരുന്ന ഒരു കിരണമാണ് ഗാമ കിരണം. അടുത്തത് എക്സ് കിരണങ്ങളാണ്. എക്സ് കിരണങ്ങളെ കണ്ടെത്തിയത് വില്യം റോൺജൻ. ശരീരത്തിലെ മാംസഭാഗങ്ങളിലൂടെ കടന്നു പോകാനുള്ള ഇവയുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എക്സ്റേ സംവിധാനത്തിലൂടെ അസ്ഥികളുടെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. എന്നാൽ തീവ്രത കൂടിയാൽ ക്യാൻസർ ഉണ്ടാകാൻ വരെ കാരണമാകുന്നു. മൂന്നാമതായി വരുന്നത് അൾട്രാവയലറ്റ് രശ്മികളാണ്. അൾട്രാവയലറ്റ് രശ്മികളാണ് ട്യൂബ് ലൈറ്റിനുള്ളിൽ ആദ്യമായി ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിലെ ത്വക്കുമായി പ്രവർത്തിച്ച് വിറ്റമിൻ ഡി ഉത്പാദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയും. എന്നാൽ അളവിൽ കൂടുതലായാൽ സ്കിൻ ക്യാൻസറിന് കാരണമായേക്കാം. സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അണുവിമുക്തമാക്കുന്നതിനും ജലത്തിന്റെ ശുദ്ധീകരണത്തിനുമെല്ലാം ഇവ ഉപയോഗപ്പെടുത്തുന്നു. ഭൂമിയിലേക്ക് എത്തുന്ന അമിതമായുള്ള അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന പാളിയാണ് ഓസോൺ പാളി. അടുത്തത് ദൃശ്യപ്രകാശം അഥവാ വിസിബിൾ റീജിയൻ. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശം സ്ഥിതി കൊള്ളുന്നത്. കാഴ്ച സാധ്യമാക്കൽ, ഫോട്ടോസിന്തസിസ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇത് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് അടുത്തതായി വരുന്നത്. വില്യം ഹെർഷലാണ് ഇൻഫ്രാറെഡ് കിരണങ്ങളെ കണ്ടെത്തിയത്. റിമോട്ട് സെൻസറുകളിലും മങ്ങിയ എഴുത്തുകൾ വീണ്ടെടുക്കുന്നതിനും വിദൂരതയിലുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന IR ഫോട്ടോഗ്രഫിയിലുമൊക്കെ ഇൻഫ്രാറെഡ് കിരണങ്ങളെയാണ് പ്രയോജനപ്പെടുത്തി വരുന്നത്. അടുത്തത് മൈക്രോവേവ്സ്. മൈക്രോവേവ് അവനുകളിലും മൊബൈൽ ഫോൺ സിഗ്നലുകളിലുമെല്ലാമാണ് പ്രധാനമായും മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നത്. ഏറ്റവും അവസാനമായി വരുന്നത് റേഡിയോ വേവ്സ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയതും ആവൃത്തി ഏറ്റവും കുറഞ്ഞതുമായ ഒരു തരംഗമാണ് റേഡിയോ തരംഗം. പ്രധാനമായും ടെലിവിഷൻ, മൊബൈൽ, ഇന്റർനെറ്റ് തുടങ്ങിയവയാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത്. നാം ഇപ്പോൾ പരിചയപ്പെട്ടവയിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശത്തിൻ്റെത്. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് ഇതിന്റെ തരംഗദൈർഘ്യം. എന്നാൽ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരേയൊരു റീജിയനാണ് ഇത്. 7 ഘടകവർണ്ണങ്ങളാണ് ഈ ദൃശ്യപ്രകാശത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവയെ സപ്തവർണ്ണങ്ങൾ എന്ന് കൂടി വിളിക്കാറുണ്ട്. നമുക്ക് ഈ സപ്തവർണ്ണങ്ങളെ വിബ്ജിയോർ എന്ന കോഡ് വെച്ച് ഓർക്കാം. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതിൽ ഏറ്റവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. എന്നാൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം റെഡ് അഥവാ ചുവപ്പാണ്. അടുത്തത് പ്രാഥമിക വർണ്ണങ്ങൾ. ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രാഥമിക വർണ്ണങ്ങൾ 3 പച്ച, നീല, ചുവപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 പറഞ്ഞത് തോമസ് യാണ്. 3 പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണം വെള്ളയായിരിക്കും. അതായത് പച്ച, നീല, ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം വെള്ളയായിരിക്കും. ടെലിവിഷൻ സംപ്രേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ ഈ പ്രാഥമിക വർണ്ണങ്ങളാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ
പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് ടെലിവിഷൻ സംപ്രേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ. ഒരേ തീവ്രതയിലുള്ള രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന വർണ്ണമാണ് ദ്വിതീയ വർണ്ണം. ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ? മഞ്ഞ, മജന്ത, സയൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഈ ദ്വിതീയ വർണ്ണങ്ങൾക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. അത് പ്രാഥമിക ചായക്കൂട്ട് എന്നാണ്. അതായത് പ്രാഥമിക ചായക്കൂട്ടുകളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഇനി ഈ ചായക്കൂട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. പച്ചയും ചുവപ്പും ചേർന്നാൽ മഞ്ഞ ലഭിക്കുന്നു. അതുപോലെ നീലയും ചുവപ്പും ചേർന്നാൽ മജന്ത ലഭിക്കും. ഏറ്റവും അവസാനത്തേത് നീലയും പച്ചയും ചേർന്നാൽ സയൻ ലഭിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളാണ് പച്ചയും ചുവപ്പും. ഇനി ഒരു ദ്വിതീയ വർണ്ണവും ഒരു പ്രത്യേക പ്രാഥമിക വർണ്ണവും തമ്മിൽ ചേരുമ്പോൾ വെള്ളയായിരിക്കും നമുക്ക് ലഭിക്കുക. ഇത്തരത്തിലുള്ളവയെ പൂരക വർണ്ണങ്ങൾ അഥവാ കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് അവ എന്ന് നമുക്ക് നോക്കാം. പച്ചയും മജന്തയും ചേർന്നാലും ചുവപ്പും സയനും ചേർന്നാലും നീലയും മഞ്ഞയും ചേർന്നാലും ധവള പ്രകാശമായിരിക്കും ലഭിക്കുക. അതായത് ഇവയാണ് പൂരക വർണ്ണങ്ങൾ. പൂരക വർണ്ണങ്ങളെ കണ്ടുപിടിക്കുവാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദ്വിതീയ വർണ്ണത്തിൽ ഇല്ലാത്ത പ്രാഥമിക വർണ്ണം ഏതാണോ ആ പ്രാഥമിക വർണ്ണത്തെ അതിനോട് ചേർത്താൽ നമുക്ക് ധവള പ്രകാശം ലഭിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രകാശത്തിന്റെ ചില പ്രതിഭാസങ്ങളും അതിന്റെ അനന്തര ഫലങ്ങളുമാണ്. എന്നാൽ അതിനു മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വസ്തുക്കൾ പ്രകാശത്തെ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് അവയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ. സുതാര്യ വസ്തുക്കൾ എന്നാൽ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഉദാഹരണത്തിന് ജലം, ഗ്ലാസ് തുടങ്ങിയവ. എന്നാൽ രണ്ടാമത്തേത് അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഒട്ടും തന്നെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. ഉദാഹരണത്തിന് തടി, കല്ല് മുതലായവ. മൂന്നാമത് വരുന്നതാണ് അർദ്ധധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി മാത്രം കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് ഉദാഹരണമാണ് ഓയിൽ പേപ്പർ. ഇനി നമുക്ക് പ്രകാശ പ്രതിഭാസങ്ങളെ കുറിച്ച് നോക്കാം. പ്രകാശത്തിന്റെ ആദ്യത്തെ പ്രതിഭാസമാണ് പ്രകാശ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രതിപതനം. ഇത് രണ്ട് വിധത്തിലുണ്ട്: ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. ക്രമപ്രതിപതനം എന്നാൽ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി ക്രമമായി പ്രതിപതിച്ചു പോകുന്നത്. വിസരിത പ്രതിപതനത്തിൽ പ്രകാശം മിനുസമല്ലാത്ത ഒരു വസ്തുവിൽ തട്ടി ക്രമരഹിതമായി തിരിച്ചു പോകുന്നു. ഇനി വസ്തുക്കളെ കാണുവാൻ നമ്മെ സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശ പ്രതിപതനം. ഒരു വസ്തുവിനെ നാം കാണുന്ന വർണ്ണം എന്ന് പറയുന്നത് ആ വസ്തു റിഫ്ലക്ട് ചെയ്യുന്ന നിറമാണ്. അതായത് നാം പഠിച്ചു പ്രകാശത്തിൽ 7 വർണ്ണങ്ങളുണ്ട്. ഇതിൽ ഏത് വർണ്ണമാണോ ആ വസ്തു പ്രതിഫലിപ്പിക്കുന്നത് ആ വർണ്ണത്തിലായിരിക്കും നാം ആ വസ്തുവിനെ കാണുക. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. എന്നാൽ എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. ഇനി നമുക്ക് നോക്കാം. ഒരു പച്ച ഇലയെ ചുവന്ന പ്രകാശത്തിൽ നാം കാണുകയാണെങ്കിൽ ആ ഇലയുടെ നിറം എന്തായിരിക്കും? ഇലയുടെ നിറം കറുപ്പായിരിക്കും. കാരണം പച്ച ഇല പ്രതിഫലിപ്പിക്കുന്ന നിറം എന്ന് പറയുന്നത് പച്ച മാത്രമാണ്. ബാക്കി എല്ലാ നിറങ്ങളെയും ആ പച്ചയില ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുവന്ന പ്രകാശത്തെ അത് ആഗിരണം ചെയ്യുകയും നമുക്ക് കാണാൻ പറ്റുന്നത് കറുപ്പ് നിറത്തിലുമായിരിക്കും. പ്രകാശ പ്രതിപതനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പോയിന്റാണ് പ്രകാശം ഒരു പ്രതലത്തിൽ വന്നു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പതനകോൺ പ്രതിപതന കോണിന് തുല്യമായിരിക്കും. അതായത് പ്രകാശം ഒരു വസ്തുവിൽ വന്ന് പതിക്കുന്നത് 30 ഡിഗ്രിയാണെങ്കിൽ അതിന്റെ പ്രതിപതന കോണം 30 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി നമുക്ക് അടുത്ത പ്രകാശ പ്രതിഭാസം ഏതാണെന്ന് നോക്കാം. പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. പ്രകാശം
ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിന്റെ ഈ പ്രതിഭാസം അപവർത്തനം എന്നാണ് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നാൻ കാരണം, ജലം നിറച്ച ഗ്ലാസ്സിലെ നാണയത്തിന് സ്ഥാനം മാറ്റം തോന്നാൻ കാരണം, ജലത്തിൽ ഇറക്കി വെച്ചിരിക്കുന്ന സ്പൂൺ ഒടിഞ്ഞതായി തോന്നാൻ കാരണം, മരുഭൂമിയിലെ മരുപ്പച്ച അഥവാ മിറാഷ് തുടങ്ങിയവയെല്ലാം അപവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപവർത്തനത്തിന്റെ ഫലമായുണ്ടാവുന്ന രണ്ട് പ്രകാശ പ്രതിഭാസങ്ങളാണ് പ്രകീർണനവും പൂർണ്ണ ആന്തര പ്രതിഫലനവും. ധവളപ്രകാശം അഥവാ സമന്വിത പ്രകാശം 7 ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. മഴവില്ലുണ്ടാവാനുള്ള ഒരു കാരണം പ്രകീർണനമാണ്. മഴവില്ല് രാവിലെ സമയങ്ങളിൽ കാണപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്തും വൈകുന്നേരങ്ങളിൽ കിഴക്ക് ഭാഗത്തുമായിരിക്കും. അതായത് സൂര്യന് നേരെ എതിർ ദിശയിലായിരിക്കും മഴവില്ല് ദൃശ്യമാവുക. അതുപോലെ ഭൂമിയിൽ നിന്നും നോക്കുന്ന ഒരാൾക്ക് മഴവില്ല് അർദ്ധവൃത്താകൃതിയിലും വിമാനത്തിൽ നിന്നും വീക്ഷിക്കുന്ന ഒരാൾക്ക് മഴവില്ല് വൃത്താകൃതിയിലുമായിരിക്കും ദൃശ്യമാവുക. അടുത്ത പ്രതിഭാസമാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണ ആന്തര പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകളിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പ്രകാശത്തിന്റെ ഭാഗികവും ക്രമരഹിതവുമായ പ്രതിഫലനമാണ് വിസരണം. ആകാശ നീലിമ, ആഴക്കടലിന്റെ നീലിമ, പടിഞ്ഞാറൻ ചക്രവാളത്തിന്റെ ചുവപ്പ് നിറം തുടങ്ങിയവയ്ക്കുള്ള കാരണമാണ് വിസരണം. വിസരണ നിരക്കും തരംഗദൈർഘ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. തരംഗദൈർഘ്യം കൂടുന്തോറും വിസരണ നിരക്ക് കുറയുന്നു. അതായത് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ചുവപ്പ് നിറത്തിനാണ് വിസരണ നിരക്ക് വളരെ കുറവ്. തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള വയലറ്റ് നിറത്തിനാണ് വിസരണ നിരക്ക് വളരെയധികം കൂടുതൽ. ഈ ഒരു കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ചുവപ്പ് നിറത്തിനെ നമ്മൾ അപകട സൂചനയ്ക്കായി ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫറൻസ് അഥവാ വ്യതികരണം. ഒന്നിലധികം പ്രകാശം ഒരു സ്ഥലത്ത് ഒന്നിച്ച് പതിക്കുമ്പോൾ അവയിലെ നിറങ്ങൾ കൂടിച്ചേരുന്ന പ്രതിഭാസമാണിത്. സോപ്പ് കുമിളകളിലെയും എണ്ണപ്പാടകളിലെയും വർണ്ണങ്ങൾക്ക് കാരണം വ്യതികരണം അഥവാ ഇന്റർഫറൻസ് ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ കണികകളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണിത്. നിഴലുകളുടെ ക്രമരഹിതമായ അരിക്, സൂര്യന് ചുറ്റുമുള്ള വലയം, സീഡുകളിലെ വർണ്ണങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണം ഡിഫ്രാക്ഷനാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ പ്രകാശ പ്രതിഭാസങ്ങളും പ്രകാശത്തിന്റെ എല്ലാ സവിശേഷതകളും എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.